നമസ്കാരം. കാണാത്ത കേരളത്തിലേക്ക് സ്വാഗതം. വിശ്വാസ ചൂഷകരെ തുറന്നുകാട്ടുന്ന കാണാത്ത കേരളം സമൂഹത്തിൻ്റെ മനസാക്ഷിക്ക് നേരെ ചില ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ കരുതുന്നത്. പ്രതികരണങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നതും. ആ പ്രതികരണങ്ങളുടെ ആകത്തുകയാണ് ഇന്നത്തെ എപ്പിസോഡ്. വെറും സാമ്പത്തിക ചൂഷണം എന്നതിലുപരിയായി ശിഥിലമായ കുടുംബങ്ങളുടെ കണ്ണീരിതിലുണ്ട്. മാനം നഷ്ടപ്പെട്ട സ്ത്രീകളുടെ നിസ്സഹായത നിറഞ്ഞ നിലവിളിയുണ്ട്. ഇതാദ്യമായി അന്ധവിശ്വാസത്തിൻ്റെ ഇരകളുടെ ശബ്ദം കാണാത്ത കേരളം പ്രേക്ഷകരിലെത്തിക്കുന്നു. സ്ത്രീകളാണ് വിശ്വാസ ചൂഷണത്തിൻ്റെ ഏറ്റവും വലിയ ഇരകൾ. സമീപകാലത്ത് ജീവൻ നഷ്ടപ്പെട്ട ഹസീനയും ഫർസാനയും ഉണർത്തുന്ന ഓർമ്മകൾ കാലങ്ങളോളം നമ്മെ വേട്ടയാടും. ജിന്നിനെ ഒഴിപ്പിക്കാൻ പൈശാചികമായ മർദ്ദനമുറ, അതായിരുന്നു കരുനാഗപ്പള്ളിയിലെ ഹസീന എന്ന യുവതിയുടെ ജീവനെടുത്തത്. അന്ധവിശ്വാസത്തിന് ഇരകളായ ബന്ധുക്കൾ മലപ്പുറം സ്വദേശിനി ഫർസാനയെ മന്ത്രവാദിയുടെ അടുത്തെത്തിച്ചപ്പോൾ പൊലിഞ്ഞത് അവളുടെ ജീവൻ മാത്രമായിരുന്നില്ല. ഫർസാനയുടെ ഉദരത്തിലെ കുഞ്ഞു ജീവനും ഒരു നിലവിളി പോലുമില്ലാതെ പൊലിഞ്ഞില്ലാതായി. എല്ലാം കണ്ടിട്ടും ഇനിയും പഠിക്കാത്ത മലയാളികൾ. അവർക്ക് മുന്നിൽ വയ്ക്കാൻ 100,000 സാക്ഷ്യപത്രങ്ങളാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. കണ്ണീരൊളിപ്പിച്ച നിരവധി കത്തുകൾ, 100 കണക്കിന് ഫോൺ കോളുകൾ, ഇമെയിൽ സന്ദേശങ്ങൾ. പണക്കാരനും പാവപ്പെട്ടവനും ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയുമെല്ലാം ഈ ഇരകളുടെ ഗണത്തിലുണ്ട്. വിശ്വാസ ചൂഷകരെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കാനെത്തുന്ന ഫോൺ വിളികളുടെ ബാഹുല്യം അമ്പരപ്പിക്കുന്നതാണ്. നമസ്കാരം, ഇത് റിപ്പോർട്ടർ ടിവിയിലെ കാണാത്ത കേരളം പരിപാടിയാണ്. സൗദിയിൽ നിന്ന് വിളിക്കുന്നത്. സാർ നമസ്കാരം, എൻ്റെ ഒരു സന്തോഷമാണ്. കാസർഗോഡ് ഇല്ലല്ലേ? ഹസ്ബൻഡ് ഉണ്ടാവുമ്പോ വേറൊരു രീതി. ഇവിടെ അതുപോലത്തെ ഒരു തരിയുടെ പരിപാടി നെടുമ്പാശ്ശേരി. അയാൾക്ക് പെണ്ണുമായിട്ട് ഭയങ്കര വീക്ക്നെസ്സാ. ഞാൻ കുവൈറ്റിൽ നിന്നാണ് വിളിക്കുന്നത്. ശരിക്കും പുള്ളി 10ാം ക്ലാസ് പോലും പുള്ളിക്ക് വിദ്യാഭ്യാസം ഇല്ലാതെ കുവൈറ്റാണ് വിളിക്കുന്നത്. ഇത് കാണാത്ത കേരളം പ്രോഗ്രാമിന്റെ നമ്പർ അല്ലേ? കാണാത്ത കേരളത്തിന്റെ കൊല്ലത്തിറ ഇതുപോലൊരു സംഭവം ഉണ്ട്. കുറെ കാലം കൊണ്ടുള്ളതാണ്. ഒരു ജിമ്മിന്റെ ഒരു കാര്യം, ഒരു തട്ടിപ്പ് നടന്ന അത് വിളിക്കുന്നത്. ലണ്ടനാണ് വിളിക്കുന്നത്. ഞാൻ വിളിക്കുന്നത് സൗദി അറേബ്യയിലാണ്, ഷാർജയിലാണ് വിളിക്കുന്നത്. ഇതുപോലെ വിളിച്ചിട്ട് കൊണ്ടുവരാൻ പറ്റിയെങ്കിൽ. അന്ധവിശ്വാസം മുതലെടുക്കുന്ന മിക്കവരുടെയും കണ്ണുകൾ സ്ത്രീ ശരീരങ്ങളിലാണെന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അപമാനഭീതി മൂലം തുറന്നുപറച്ചിലുകൾ അപ്രസക്തമാകുന്നത് കൊണ്ടുതന്നെ പീഡന പരമ്പരകൾ ഇരകളോടൊപ്പം ഒടുങ്ങുന്നു. പേര് വെളിപ്പെടുത്താതെയും വെളിപ്പെടുത്തരുതെന്ന അപേക്ഷയോടെയും വന്ന കത്തുകളുടെ ഉള്ളടക്കം ഞെട്ടിക്കുന്നതാണ്. തൃശ്ശൂരിൽ നിന്നും ഒരു പെൺകുട്ടി ഞങ്ങൾക്കെഴുതിയ കത്ത് ദിവ്യന്മാരുടെ പൂജാമുറികൾക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളുടെ നേർചിത്രമാണ്. തൃശ്ശൂർ ജില്ലയിലാണ് എൻ്റെ വീട്. ചൊവ്വാദോഷം മൂലം വിവാഹം നടക്കാതെ വന്നപ്പോഴാണ് പരിചയക്കാരാരോ പറഞ്ഞറിഞ്ഞ നമ്പൂതിരിയുടെ അടുത്തേക്ക് അച്ഛനും അമ്മയും എന്നെ കൂട്ടിക്കൊണ്ടുപോയത്. പൂക്കളും നല്ലെണ്ണയും 1001 ഒറ്റരൂപ നാണയങ്ങളുമായി ചെല്ലണമെന്നാണ് നമ്പൂതിരി പറഞ്ഞിരുന്നത്. പ്രശ്നം നോക്കിയ ശേഷം എൻ്റെ ദേഹത്ത് ഏതോ ദുഷ്ടഭഗവതി കയറിയിട്ടുണ്ടെന്ന് നമ്പൂതിരി പറഞ്ഞു. എസ് എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുള്ള ആരെങ്കിലുമായി ഇഷ്ടമോ അടുത്ത് പരിചയമോ ഉണ്ടോ എന്നയാൾ ചോദിച്ചു. അച്ഛനും അമ്മയും ഒപ്പമുള്ളതിനാൽ അങ്ങനെയൊന്നുമില്ലെന്ന് ഞാൻ കളവ് പറഞ്ഞു. തുടർന്ന് ദോഷം തീർക്കാൻ ഒരു പൂജയുണ്ടെന്ന് പറഞ്ഞ നമ്പൂതിരി അച്ഛനും അമ്മയും പുറത്തിരിക്കാൻ നിർദ്ദേശിച്ചു. മുറിയുടെ വാതിൽ ചാരിയ ശേഷം ഞാൻ പറഞ്ഞത് കള്ളമല്ലേ എന്ന് അയാൾ ചോദിച്ചു. എസ് എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുകാരോട് ഇഷ്ടം തോന്നിയിട്ടില്ലെങ്കിൽ ദൈവത്തിനു മുന്നിൽ സത്യം ചെയ്യാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. കല്യാണം നടക്കാതിരിക്കാൻ ഇഷ്ടപ്പെടുന്നയാൾ വഴിപാട് കഴിച്ചിട്ടുണ്ടത്രേ. എല്ലാ ദോഷവും തീർത്തു തരാമെന്ന് അയാൾ എന്നോട് പറഞ്ഞു. പറയുന്നത് വരെ കണ്ണു തുറക്കാതെ ഇരിക്കണം. എന്ത് ശബ്ദം കേട്ടാലും കണ്ണു തുറക്കരുത്. തല ചുറ്റുന്നത് പോലെ തോന്നും, അപ്പോഴും കണ്ണു തുറക്കരുത്. കണ്ണു തുറന്നാൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് നമ്പൂതിരി പറഞ്ഞു. ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. എല്ലാം കേട്ടപ്പോൾ എനിക്ക് പേടിയായി. കുറേ നേരം കണ്ണടച്ചിരുന്നിട്ടും ഒരു ശബ്ദവും കേൾക്കുന്നില്ല. അപ്പോഴാണ് അയാൾ എൻ്റെ കയ്യിൽ പിടിച്ചത്. എന്നിട്ട് മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി. പിന്നെ ചന്ദനത്തിൻ്റെയും കർപ്പൂരത്തിൻ്റെയും മണം നന്നായി അനുഭവപ്പെടാൻ തുടങ്ങി. അപ്പോൾ ആരോ എൻ്റെ തൊട്ടടുത്തേക്ക് വന്നതുപോലെ തോന്നി. പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്നു. അയാൾ എൻ്റെ അടുത്ത് നിൽക്കുകയായിരുന്നു. എന്നിട്ട് അയാളെ കെട്ടിപ്പിടിക്കാൻ എന്നെ നിർബന്ധിച്ചു. ഞാൻ അയാളുടെ കൈ തട്ടി മാറ്റി എണീറ്റു. പൂജ മുടങ്ങിയത് കാരണം വേറൊരു ദിവസം വരാൻ എന്നോട് പറഞ്ഞു. അച്ഛനെയും അമ്മയെയും വിളിച്ച് അവരോടും പറഞ്ഞു വേറൊരു ദിവസം എന്നെ വീണ്ടും കൊണ്ടുവരണമെന്ന്. എന്നിട്ട് അവരെ വീണ്ടും പുറത്തിരുത്തിയ ശേഷം അയാൾ വാതിലടച്ചു. പിന്നീട് എനിക്കൊരു ഏലസ് തന്നു. അത് വീട്ടിലെത്തിയിട്ട് കറുത്ത ചരടിൽ കെട്ടി കഴുത്തിലണിയണം. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇനി മുതൽ ഞാൻ അയാളുടെ അവിടുത്തെ കുട്ടിയാണെന്ന്. അയാൾ പൂജിക്കുന്നത് കൃഷ്ണനെയും ശിവനെയും മാത്രമല്ല, ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത കറുത്തൊരു വിഗ്രഹം, ഏതോ ദേവൻ എന്നാണ് പറഞ്ഞത്. ഞാൻ ഇനി ആ ദേവന്റെ കുട്ടിയാണെന്നാണ് അയാൾ പറഞ്ഞത്.
ഇടയ്ക്കിടെ അയാളുടെ അടുത്തേക്ക് വരാൻ തോന്നുമെന്നും അതുകൊണ്ട് എനിക്ക് നല്ലത് മാത്രമേ വരികയുള്ളൂവെന്നും നമ്പൂതിരി പറഞ്ഞു. വീട്ടിലെത്തിയപ്പോൾ എന്റെ മൗനം കണ്ടിട്ട് അച്ഛനും അമ്മയും ചോദിച്ചപ്പോൾ ഞാൻ കാര്യം തുറന്നു പറഞ്ഞു. അച്ഛൻ അറിയാവുന്ന ഒരു പോലീസുകാരനോട് വിവരം പറഞ്ഞപ്പോൾ പരാതിയുണ്ടെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്കതിനുള്ള ധൈര്യമുണ്ടായില്ല. അച്ഛനും അമ്മയും പതിയെ എല്ലാം മറന്നെങ്കിലും ഒരു സാധാരണ പെൺകുട്ടിയായ എനിക്ക് ഇന്നും ഒന്നും മറക്കാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് വിവാഹാലോചനകൾ നടക്കുന്നുണ്ട്. എങ്കിലും എന്തോ ഒരു കുറ്റബോധം മനസ്സിൽ കിടക്കുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഇഷ്ടമെന്ന് പറയണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇഷ്ടമില്ല, പറഞ്ഞില്ല എനിക്ക് പറ്റും ഇഷ്ടപ്പെടുത്താൻ. വസ്തുവിൽപ്പന വൈകിയപ്പോൾ ചാവക്കാട് ഭാഗത്തുള്ള ഒരു തങ്ങളെ സമീപിച്ച ഇവർക്ക് നഷ്ടമായത് സ്വന്തം മാനമാണ്. മന്ത്രവാദത്തിന്റെ പേരിലുള്ള അരുങ്കുലകൾ പുറത്തായ വേളയിലാണ് യുവതിയുടെ ഭർത്താവ് തന്റെ കുടുംബത്തിന് സംഭവിച്ച ദുര്യോഗം കാണാത്ത കേരളവുമായി പങ്കുവച്ചത്. മാനക്കേട് ഭയന്ന് പരാതി കൊടുക്കാൻ മടിക്കുകയാണെങ്കിലും ആവർത്തിച്ചുള്ള നിർബന്ധത്തിനൊടുവിൽ ഒരു തുറന്നുപറച്ചിലിന് ഹതഭാഗ്യയായ ആ യുവതി തയ്യാറായി. ഒരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിലാണ് അവൾ ജനിച്ചത്. വിവാഹശേഷം ഭർത്താവും 2 പിഞ്ചു കുട്ടികളുമായി സന്തോഷത്തോടെ കഴിഞ്ഞു വന്ന നാളുകൾ. അവളുടെയും കുടുംബത്തിൻ്റെയും സന്തോഷം പൊലിഞ്ഞത് കഴിഞ്ഞ മെയ് മാസമാണ്. വസ്തുവിൽപ്പന വൈകിയപ്പോഴാണ് പരിചയക്കാർ നിർദ്ദേശിച്ച തങ്ങളുടെ അടുത്തേക്ക് അവളും ഭർത്താവും പോയത്. ഞങ്ങൾ 2 പ്രാവശ്യം ഫസ്റ്റ് പോയ സമയത്ത് ഇവിടേക്ക് ചുക്കും പിന്നെ തേനൊക്കെ ഒഴിച്ചിട്ട് മണ്ണൊക്കെ എടുത്തിട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു കുപ്പിയിലാക്കി തന്നു. അത് ചെയ്തു. അത് ചെയ്തിട്ടൊന്നും അങ്ങനെ ഒരു ഫലമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 2ാമത്തെ തവണ ചെന്നപ്പോഴാണ് ആണിയിൽ ചിരട് ചുറ്റിയിട്ട് ചെയ്യാൻ പറഞ്ഞു. അതും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് പോയത്, ഹസ്ബൻഡിന് വരാൻ പറ്റിയില്ല. വന്നപ്പോൾ ഇട്ട ചുരിദാർ നല്ല ഭംഗിയുണ്ടായിരുന്നു, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, ഇതൊക്കെ പറഞ്ഞ് ആളെൻ്റെ അടുത്ത് ഇങ്ങനെ എന്നോട് ഭയങ്കര സ്നേഹമാണ്, ഇഷ്ടമാണ്. ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി എന്നുള്ള രീതിയൊക്കെ ആള്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ താല്പര്യമില്ല, എനിക്ക് ഹസ്ബൻഡിന് തന്നെയാണ് ഇങ്ങനെ ഇഷ്ടം എന്ന് പറഞ്ഞു ആള്. പക്ഷേ എന്നെ ഭയങ്കര സ്നേഹമാണ്, നീ എന്താ എൻ്റെ അടുത്ത് ആദ്യം വരായിരുന്നത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു. ആദ്യം ഒരു ഫ്രണ്ട്ലി എന്നുള്ള രീതിയിൽ ആൾ സംസാരിക്കും. പിന്നെ നമ്മളെ കൊണ്ട് ഇങ്ങനെ ഫോൺ ചെയ്യാൻ പറയും. ഫോൺ വിളിക്ക്, എന്നെ എന്തെങ്കിലും വിളിക്കണം, ബുദ്ധിമുട്ട് എന്തെങ്കിലും പറയണം, പൈസയുടെ വല്ല ആവശ്യമുണ്ടാ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ എന്താ പറയണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ആൾ നമ്മളെടുത്ത് ഒരേ വിഷമങ്ങളാണ്, കുഴപ്പമില്ല ശരിയായിക്കോളും, ഞാൻ ശരിയാക്കി തരാം, നമുക്കൊരു തരം പ്രതീക്ഷകളൊക്കെ തരുന്ന ഒരു രീതിയിലാണ് ആളെ സംസാരം. എനിക്ക് വേറെ പെണ്ണൊരു ബന്ധമുണ്ട്, അതിനത് തെളിയിച്ചു തരാം അല്ലെങ്കിൽ അത് പിടിച്ചു തരാം. അപ്പോൾ അത് അപ്പോൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് അതിൽ നിന്ന് പിടിച്ചു തരണം. എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും ഉണ്ട് ആൾക്ക്. ഒരു പെണ്ണിനായിട്ട് എസ് വെച്ചിട്ട് ആരെങ്കിലും ഉണ്ടോ, ഫ്രണ്ട്സിൻ്റെ ഭാര്യമാരുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു എസ് വെച്ചിട്ട് പേരുള്ള ഒരു സ്ത്രീയായിട്ട് ആൾക്ക് ബന്ധമുണ്ട്. മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ തരത്തിലുള്ള ബന്ധമുണ്ട്. ഇനി ഇങ്ങനെ പോയാൽ ചിലപ്പോൾ കുട്ടികളൊക്കെ ആവാം, നിങ്ങളെ ചിലപ്പോൾ ഉപേക്ഷിക്കാം, അങ്ങനെയുള്ള രീതിയൊക്കെ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു. എൻ്റെ കാലിനടിയിൽ മണ്ണെടുത്ത് തുറക്കുമെന്ന് പറഞ്ഞ് എന്നോട് ദിവസം നടത്തിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഭൂമി വെക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് കാലിനടി മണ്ണെടുക്കണം എന്ന് പറഞ്ഞു. ആ മണ്ണെടുത്തുകൊണ്ട് പോകുന്നത് ഇതിനാന്നുള്ളത് ഞാൻ പിന്നീട് അറിയില്ല. അവിടെ കൊണ്ട് കൊടുത്തു, ആളത് ഇത് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ഇതറിയില്ല, അങ്ങനത്തെ ഒരു പെണ്ണും ഇല്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. പിന്നെ അതിന് 2ാമത്തെ പ്രാവശ്യം ചെന്നപ്പോൾ അന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അങ്ങനെയുള്ളൊരു രീതി വന്നു. അപ്പോൾ തന്നെ ഞാൻ ആളെ ഉന്തി മാറ്റിയെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഇത് നമ്മളായിട്ട് പ്രേരിപ്പിച്ച് നമ്മൾ കാരണം കൊണ്ടൊരു ഇത് തെറ്റ് വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ആള് പിണക്കം അങ്ങനെയൊക്കെ ഉള്ളൊരു ഇത് നമ്മളെ അടുത്ത് ഇങ്ങനെ കാണിച്ചു. അപ്പം എന്നോട് പറഞ്ഞു താല്പര്യമില്ലെങ്കിൽ വേണ്ട, ഞാനില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്നോട് പറഞ്ഞു വിളിക്കാതിരിക്കരുത്, ഫോൺ ചെയ്യണം. എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഇഷ്ടമെന്ന് പറയണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല എനിക്കിഷ്ടമില്ല, എനിക്ക് ഹസ്ബൻഡിൻ്റെ അടുത്താണ് ഇഷ്ടം, എന്നെ അവ പറഞ്ഞില്ല ഞാൻ ഇഷ്ടപ്പെടുത്തും. ഞാൻ പറഞ്ഞില്ല അങ്ങനെ പറ്റില്ല. അവൻ പറഞ്ഞില്ല എനിക്ക് പറ്റും ഇഷ്ടപ്പെടുത്താൻ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആൾ എനിക്ക് മിഠായി തന്നത്. അത് കുറച്ച് നേരം എൻ്റെ തലയിൽ ഇങ്ങനെ വെച്ചിട്ട് എൻ്റെ വായിൽ വെച്ച് തരിക ചെയ്തത്. എന്തോ ചൊല്ലിയെന്ന് തോന്നണേ. ഞാനിപ്പോൾ ആളെൻ്റെ ബാക്കിലാണ് നിന്നിരുന്നത്, അപ്പോൾ എനിക്ക് മുഖത്ത് നോക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം തലയിൽ ഇങ്ങനെ വെച്ചു. അപ്പോൾ അങ്ങനെയാണ് ഇത് വായിൽ വെച്ച് തന്നത്. മിഠായി കഴിച്ചപ്പോൾ ആദ്യം ആളോട് അങ്ങനെ ഒരു തങ്ങളെന്നുള്ളൊരു ഇഷ്ടമാണ് നമുക്ക് തോന്നിയിരുന്നത്. മിഠായി കഴിച്ചതിന് ശേഷം പിന്നെ നമുക്കൊരു ആളെ വിളിക്കണം എന്നുള്ളൊരു ടെൻഡൻസി, ആളോടൊരു അട്രാക്ഷൻ,
തോന്നി. ദൈവതുല്യനായി കണ്ട തങ്ങൾ തന്ത്രപൂർവ്വം ഒരുക്കിയ ചതിക്കുഴിയിൽ അറിയാതെ അവൾ വീണുപോയി എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. ആദ്യം ഫ്രണ്ട് ഡോറിൽ കൂടെയാണ് ആദ്യം അകത്ത് കയറ്റുക. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മളൊന്ന് ഫോൺ വിളിച്ചൊന്ന് പരിചയമായി കഴിഞ്ഞാൽ പിന്നെ ആൾ തന്നെ നമ്മൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയും ബാക്കിൽ കൂടെ വായോ, ആളെ കാണാൻ പറ്റുമെന്നറിയാം. അങ്ങനെ ആളുടെ കൺസൾട്ടിങ് റൂമിലേക്ക് നമ്മളെ കയറ്റില്ല, അപ്പുറത്തെ റൂമിൽ എത്തിയിട്ടാണ് സംസാരിച്ചതെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും സംശയം വരില്ല, നമ്മൾ തങ്ങൾമാരല്ലേ, അപ്പം അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാമല്ലോ. തങ്ങൾമാരങ്ങനെ നമ്മളെ തൊടേ അങ്ങനെ വേണ്ടാത്ത രീതിയിൽ സംസാരിക്കാനൊന്നുമില്ല. പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കെട്ടിപ്പിടിക്കുക, ഇങ്ങനെ കിസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു പുറത്ത് പറയാൻ സ്വാഭാവികമായിട്ടും പേടിയാണ്. പിന്നെ ഒരു തങ്ങന്മാരെ പറ്റി എന്താ പറയുക, അവരെ പറ്റി അങ്ങനെ പറയാൻ പാടുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളൊരു പേടി മനസ്സിൽ വന്നു. നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നോക്കിയെങ്കിലും ആള് ഒരു തരം നമ്മളോട് പിണക്കം, ദേഷ്യം, അങ്ങനെയൊക്കെ ഉള്ളൊരു ഭാവങ്ങൾ കാണിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് തന്നെ അയ്യോ അവരെ പിണക്കിയല്ല, അങ്ങനെ ഒരു വിഷമം നമുക്ക് തോന്നും. അങ്ങനെ പിന്നെ അങ്ങനെ ഈ ആള് ഇങ്ങനെ ചൂഷണം ചെയ്തത്. ഭർത്താവിൻ്റെ കുറ്റങ്ങൾ പറഞ്ഞു ഭയപ്പെടുത്തി അവളുടെ മനസ്സ് ചഞ്ചലിപ്പിച്ചതിനു ശേഷമായിരുന്നു അടുത്ത കൂടിക്കാഴ്ച. അന്നാണ് അരുതാത്തത് സംഭവിച്ചത്. ഭർത്താവില്ലാത്ത ദിവസമാണ് ഞാനന്ന് പോയത്. 18-ാം തീയതി തങ്ങളെ കോണ്ടാക്ട് ചെയ്തു. ആ സമയത്ത് തങ്ങൾ ഫോൺ എടുക്കണ്ടായിരുന്നില്ല. അവളെ ഫോൺ ചാർജ് ഇല്ലാണ്ടോ അങ്ങോട്ടാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നത് കണ്ടിട്ടാണ് തോന്നുന്നുണ്ട് ആൾ ഫോൺ ചാർജ് ചെയ്ത് വെക്കാൻ വേണ്ടി റൂമിൽ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചു. എന്നിട്ട് എന്നോട് വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ സംസാരിച്ചത്, നീ വിളിക്കുമ്പോൾ എപ്പോഴും വീടിൻ്റെ കാര്യം ഇതും ആൾക്കാർ വന്ന കാര്യം മാത്രം സംസാരിക്കണുള്ളൂ എൻ്റെ അടുത്ത്, അല്ലാണ്ടുള്ളത് ഒന്നും സംസാരിക്കില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വിളിക്കായിരുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഫോൺ എടുക്കായിരുന്നതെന്നും പറഞ്ഞു എൻ്റെ അടുത്ത്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരാളോട് ഒന്നും പറയാണ്ട് നീ പതുക്കെ എഴുന്നേറ്റ് വീടിൻ്റെ പുറകുവശത്ത് കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പുറകുവശത്ത് കൂടെ ചെന്ന സമയത്ത് ആളൊറ്റയ്ക്കുണ്ടായിരുന്നുള്ളൂ. ബാക്കിലെ ഡോറ് തുറന്നു തന്നത് ആളാണ്. അങ്ങനെ അകത്ത് കയറി അങ്ങനെ ഡോറ് ആളാണ് അടച്ചു. എന്നിട്ട് എന്നോട് അപ്പുറത്ത് റൂമിലിരുന്നോളാൻ പറഞ്ഞു. എന്നിട്ടാണ് പിന്നെ ആള് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ഇത് ശാരീരികമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതുണ്ടായി. ലൈംഗികമായിട്ടുള്ളൊരു താല്പര്യം ആൾക്ക് വന്ന് ആള് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കാര്യങ്ങളുണ്ടായത്. 2-2.5 മണിക്കൂറോളം ഞാൻ അകത്തുണ്ടായിരുന്നു, ആളുടെ ഒപ്പം ഉണ്ടായിരുന്നു. പുറത്തെ ആൾക്കാരും ഇതേപോലെ കൺസൾട്ടിങ്ങിന് വന്നിട്ട് ആൾക്കാരും ഇരിക്കണ്ടായിരുന്നു. ശാരീരികമായിട്ടുള്ളതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആള് പുറത്തേക്ക് പോയി. അത് കഴിഞ്ഞ് 2-3 ആളെ നോക്കിയിട്ടാണ് ആള് പിന്നെ എൻ്റെ അടുത്തേക്ക് വന്നത്. ആർത്തവദിനങ്ങളായിരുന്നതിനാൽ തങ്ങളുടെ ഉദ്ദേശം പൂർണ്ണതോതിൽ ഫലിച്ചില്ലെങ്കിലും ശാരീരികമായി അവളെ ഉപയോഗിക്കാൻ അയാൾക്കായി. പക്ഷേ അയാൾ വിചാരിച്ച പോലെ ഒരു പെണ്ണായിരുന്നില്ല അവൾ. ദീർഘനാളത്തെ പ്രണയത്തിനു ശേഷം വിവാഹം കഴിച്ച ഭർത്താവിനോട് അറിയാതെ സംഭവിച്ചു പോയ തെറ്റ് ഏറ്റുപറയാതിരിക്കാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. ഹസ്ബൻഡിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ആള് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ ഫോൺ വിളിക്കാറുണ്ട്. അങ്ങനെ ഫോൺ നമ്പർ വാങ്ങി ആളുടെ അടുത്ത് സംസാരിച്ചപ്പോൾ ആള് പറഞ്ഞു, ആള് പറഞ്ഞതെന്ന് വെച്ചാൽ ആ കുട്ടിയും കൂടിയും താല്പര്യം കാണിച്ചിട്ടാണ് ഞാൻ ഇതിൽ ചെയ്തത് എന്നാണ് ആള് സംസാരിച്ചത്. ഞാൻ അടുത്ത് വേറൊന്നും സംസാരിച്ചില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്കിപ്പോൾ അതിൻ്റെ മനസ്സിലാവില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് വരുന്ന ആൾക്കാർ പലരും പല രീതിയിൽ പറ്റാത്ത ആൾക്കാർ വരിക. മീൻസ് അവരെ കൊണ്ട് പറ്റാതെ നമ്മൾ ഇങ്ങനത്തെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർ വരുന്നത്. നിങ്ങളത് വിശ്വാസം ചൂഷണം ചെയ്യുമ്പോൾ നിങ്ങൾ ആ പ്രസ്ഥാനത്തിന് തകർന്നു പോകണം. ഞാനത് നിങ്ങൾ എത്ര നല്ല തറവാടിൻ്റെ കാര്യം, ഞാനത് നിങ്ങൾക്കെതിരായിട്ടൊന്നും നീങ്ങുന്നില്ല, താൽക്കാലികമായിട്ട്. നമ്മളൊരു കാര്യം നടത്താൻ വേണ്ടി ചെന്നു, അതല്ലല്ലോ നമുക്ക് നടന്നത്. നമ്മളെ സ്വാഭാവികമായിട്ട് ഒരു ഉപയോഗിച്ചു. അപ്പോൾ അതിനോട് എനിക്ക് നേരിട്ട് കാണാം. ഞാൻ എനിക്ക് നിങ്ങളെ കാണണ്ട, സംസാരിക്കാൻ വേണ്ട. മറ്റൊരു ഭർത്താവും ചെയ്യാത്തത് ഭാര്യയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ മാത്രം ചെയ്യാൻ ആ യുവാവും തയ്യാറായി. പിഞ്ചുമക്കളുടെ മുഖവും അവളോട് ക്ഷമിക്കാനുള്ള അയാളുടെ തീരുമാനത്തിന് പിന്നിലുണ്ടായിരുന്നു. സമൂഹത്തിലും സമുദായത്തിലും സ്വാധീനമുള്ള പ്രബലനായ ഒരാളുടെ കൗശലത്തിനു മുന്നിൽ നിസ്സഹായനായ ആ ചെറുപ്പക്കാരന് മറ്റൊന്നും ചെയ്യാനും ഉണ്ടായിരുന്നില്ലെന്നതാണ് വാസ്തവം. ഒരു പരിധി വരെ നാണക്കേടാണ്. കാരണം വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ഉള്ള എല്ലാവരും അറിയും, നമ്മുടെ മക്കളറിയും, നമ്മുടെ ബന്ധുക്കളറിയും. നമുക്ക് പുറത്തു നിന്നേക്കാളൊരു വിഷമം പിന്നീട് ആൾക്കാരെ കാണുന്നൊരവസ്ഥ ഉണ്ടാവും. അതിൻ്റെ പേരിൽ മാത്രമല്ല മറച്ചേക്കുന്നതിന് എൻ്റെ ഒരു അറിവ്. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. ക്ഷമിക്കാന്ന് വെച്ചാൽ ഇപ്പോൾ കുട്ടികളുണ്ട്, അപ്പോൾ അതിൻ്റെ പേരിൽ ഡൈവോഴ്സ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ ആൾക്ക് തീരെ താല്പര്യമില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ മക്കളെ നോക്കണം, മക്കൾ ചെറുതാണ്, അപ്പോൾ അതിൻ്റെ പേരിൽ ഡൈവോഴ്സ് ചെയ്യണില്ല. ഇങ്ങനെ എന്തായാലും ജീവിതം ഇങ്ങനെ പോയി. പിന്നിപ്പോൾ മരിക്കണ വരെ ഇങ്ങനെ അങ്ങോട്ട് ജീവിക്കുക, അങ്ങനൊരു ഇത് ആൾ പറഞ്ഞു എൻ്റെ അടുത്ത്.
എങ്കിലും തങ്ങൾക്കെതിരെ തെളിവുകൾ ശേഖരിക്കാൻ ഭാര്യയുടെ സഹായത്തോടെ അയാൾ ശ്രമിച്ചു നോക്കി. അത് വേണ്ടത്ര ഫലം ചെയ്തില്ലെന്ന് മാത്രം. കുറെ മെസ്സേജ് ചെയ്തു, എൻ്റെ ഹസ്ബൻഡ് ഞാൻ തല്ലി, പ്രശ്നങ്ങളാണ് വീട്ടിൽ, എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്ത സമയത്ത് ആൾ എന്നെ തിരിച്ചു വിളിച്ചു. അത്ര നേരം ഫോൺ എടുക്കണ്ടായിരുന്നില്ല. ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ പേര് എഴുതി വെച്ച് എന്തായാലും ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ആൾ ഫോൺ എടുത്തു. അപ്പോൾ സംസാരിച്ചു, എന്തിനാ അങ്ങനെയൊക്കെ വിചാരിക്കണത്, അങ്ങനെയൊന്നും വിചാരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങോട്ട് വേറൊരു രീതിയിലുള്ള ആശ്വാസമല്ല, ആൾക്ക് പേടി. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് ആ ഒരു രീതിയിൽ അങ്ങനെ വിചാരിക്കാൻ പാടില്ല, ഞാനില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആളങ്ങനെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇങ്ങോട്ട് വായോ. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങടെ വരണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇവിടെ വീട്ടിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഫാമിലിയും എല്ലാവരും ഉണ്ടായിരുന്നു. അന്ന് തന്നെ എനിക്ക് പോയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ മാത്രമല്ല, ഇതിനു വേണ്ടി ഒരുപാട് ഇത് ചെയ്യുന്ന ആളാണെന്നുള്ളത് അന്ന് മനസ്സിലായത്. വളരെ സെറ്റപ്പായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ചില ഒരുപാട് കാര്യങ്ങൾ അതിന് വേണ്ടി നീക്കിയിട്ട് തന്നെയാണ് അവിടെ ഇരിക്കണേ എന്നുള്ളത് മനസ്സിലായി. ആളുടെ ഫോണിലൊക്കെ ഒരുപാട് പെണ്ണുങ്ങളുടെ ഫോട്ടോസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തോ ഒരു കാര്യം ഇങ്ങനെ സംസാരിച്ച് പറഞ്ഞു. അപ്പോൾ ആളുടെ അടുത്തൊരു CI ഉണ്ടായിരുന്നു, രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട്. ആള് അടുത്ത് പറഞ്ഞാൽ ഇയാളെ പൊക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മളോടൊരു ഭീഷണി എന്നുള്ളൊരു സ്വരം ആളുടെ വായിന്ന് വന്ന് ആ വ്യാജസിദ്ധന് തൻ്റെ മുന്നിലെത്തുന്ന നിരവധി സ്ത്രീകളിൽ ഒരാൾ മാത്രമായിരുന്നു അവൾ. പക്ഷേ അവളുടെ അവസ്ഥ ഇന്നേറെ പരിതാപകരമാണ്. ടെൻഷനും ഭയങ്കര, ഉറങ്ങാൻ പറ്റില്ല, ഉറക്കം കിട്ടാറൊന്നുമില്ല, രാത്രി തീരെ ഉറങ്ങാറില്ല. അങ്ങനെ ഉറങ്ങുമ്പോൾ ചിലപ്പോൾ നെറ്റിയണിക്കും. 1-2 തവണ ഞാൻ ശ്രദ്ധിച്ചു. പിന്നീട് സ്ഥിരമായിട്ട് ഇപ്പോൾ ഞാനത് സൈക്കോളജിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഒരു കൗൺസിലിംഗ് കഴിഞ്ഞു. ഇപ്പോഴും അതുണ്ട്, ഞെട്ടലുണ്ട്. ആളുടെ എന്താ പറയാ, ഒരു സഹായാവസ്ഥ നമ്മൾ കാണുമ്പോഴേ അത് ഞാൻ കാരണം ഇപ്പം അവരും ടെൻഷനല്ല. പിന്നെ നോക്കുമ്പം പിള്ളേര് കരയൂലേ കാണാണ്ട്. എനിക്ക് വന്ന പോലെ ഇനി വേറൊരാൾക്ക് ഇനി വരരുത് എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഇപ്പോൾ ചാനലിൽ ഇത് സംസാരിച്ചത്. ഇനിയും ഒരുപാട് ഈ വിശ്വാസങ്ങളുടെ പുറകെ നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരിനി ഇതിൽ പോയി പെടരുത് എന്നുള്ളൊരു ആയൊരു ലക്ഷ്യമുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ സംസാരിച്ചത്. അധികാരവും ചെങ്കോലുമുള്ളവർ ഇത്തരം നിലവിളികൾക്ക് നേരെ കണ്ണടയ്ക്കുമ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ നിസ്സഹായരായി നിൽക്കാനേ മാധ്യമങ്ങൾക്ക് പോലും കഴിയൂ. രഹസ്യ സ്വഭാവം സംരക്ഷിക്കുമെന്ന് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഉറപ്പെങ്കിലും കിട്ടിയാൽ നീതിക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും ഈ യുവദമ്പതികൾ തയ്യാറാണ്. വിശ്വാസചൂഷകരുടെ നീരാളിപ്പിടുത്തത്തിൽ സ്വൈരജീവിതം നഷ്ടപ്പെട്ട നൂറായിരങ്ങളുടെ പ്രതിനിധികളാണിവർ. ആ കണ്ണീര് കാണേണ്ടവർ ഇനിയെങ്കിലും ഉറക്കം പിടിയുമോ? കാണാത്ത കേരളം വീണ്ടും അടുത്തയാഴ്ച.